ലോക ഫുട്ബോളിനെ കുറിച്ച് അസാധാരണമായ അറിവും നാടൻ വിവരണങ്ങളും കൊണ്ടാണ് വാഴക്കാട് ശ്രദ്ധ നേടിയത്. കടുത്ത അർജന്റീന ആരാധകർ കൂടിയാണ് സുബൈർ. അർജന്റീന ഇത്തവണയും വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്ന് സുബൈർ പറയുന്നു. ഇതോടെ ഫസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. എന്നോടൊപ്പം സുബൈർ വാഴക്കാടാണ്. ഫുട്ബോളിനെ കുറിച്ച് വളരെ ആഴത്തിലുള്ള അറിവും കളി അപഗ്രഥിക്കാനുള്ള കഴിവുമാണ് സുബൈർ വാഴക്കാട് എന്ന നാട്ടുംപുറത്തുകാരന് ജനശ്രദ്ധ നേടിയത്. ഈ ഫുട്ബോളൊക്കെ വരുമ്പോൾ വലിയ ആവേശം സ്വാഭാവികമായും അദ്ദേഹത്തിനുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ കൂടി കേൾക്കാം. എങ്ങനെയാണ് വേൾഡ് കപ്പിനുള്ള ഒരുക്കങ്ങളൊക്കെ? ഈ പ്രാവശ്യം ആവേശം കുറഞ്ഞൊരു സംശയമുണ്ട്. ഇപ്പോൾ ആവേശത്തിലേക്ക് മുറുകിന് പല സ്ഥലങ്ങളിലും ഫ്ലെക്സ് ബോർഡുകളൊക്കെ. ഇപ്പോൾ പാലക്കാടൊക്കെ ഏറ്റവും വലിയ ഫ്ലെക്സ് ബോർഡാണല്ലോ കട 160. ഇപ്പോൾ ബ്രസീൽ 152 മീറ്റർ അടിയിലൊക്കെ ബോർഡ് വെച്ചിന്. ആവേശം കൂടിന്. ഇപ്പം 40 പ്രത്യേകത എന്ന് പറഞ്ഞാൽ 48 രാഷ്ട്രം പങ്കെടുക്കാൻ പോണത്. 32 രാജ്യം. ഖത്തർ ലോകകപ്പ് അവസാനിച്ച് 48 രാഷ്ട്രമാണ് ലോകകപ്പ് ആദ്യമായിട്ട് പങ്കെടുക്കാൻ പോണത്. അമേരിക്ക, മെക്സിക്കോ, കനഡയിലാണ് 3 കോൺകാഫ് രാജ്യങ്ങളിലാണ് കളി നടക്കാൻ പോണത്. അമേരിക്കയിലായതുകൊണ്ട് അർദ്ധരാത്രി ആയിരിക്കും കളി. കുറഞ്ഞ കളികൾ 11 മണിക്കും 12 മണിക്കൊക്കെ ഉണ്ട്. 3, 3:30, 4:30, 5:30, 6:30 കളി കിട്ടുന്നത്. അവിടെ ഡിഫറൻസ് ഒരുപാട് മാറ്റമുണ്ട് ഇന്ത്യയായിട്ട്. നമ്മുടെ നാട്ടിൽ പൊതുവെ ഒരു ആവേശം കുറവുണ്ടോ? ഇല്ല, നമ്മൾ ആവേശം പറഞ്ഞാൽ ഇപ്പം ഇത് മുമ്പ് രാഷ്ട്രീയമായിട്ട് പോയിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് കുടുങ്ങിയതാണ്. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആവേശത്തിൽ കടന്ന് ലോകകപ്പ് പറഞ്ഞാൽ 4 വർഷത്തിൽ ഒരിക്കലുള്ള ടൂർണമെൻറ്റാണ്. അപ്പോൾ എല്ലാവരും ആവേശം കൊടുക്കുമെന്നാണ് പ്രതീക്ഷ. കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലൊക്കെ പല സ്ഥലങ്ങൾ ബോർഡുകളൊക്കെ കാണുന്നുണ്ട്. 4 വർഷത്തെ കളിയില്ല. അപ്പോൾ ആവേശം തീർച്ചയായിട്ടും വേണം. സുബൈർക്ക് എത്ര വയസ്സിൽ കളി കാണാൻ തുടങ്ങിയിട്ടുണ്ട്? ഞാൻ ഒരു 14, 13 വയസ്സിലൊക്കെ ഒരു 80-90 ലോകകപ്പൊക്കെ. അന്ന് ഇറ്റലി ആദ്യത്തെ വെച്ച ലോകകപ്പിൽ അന്ന് പശ്ചിമ ജർമ്മനിയും മറഡോണൻ്റെ ടീം അർജന്റീനയും ഫൈനൽ ഒരു ഗോളിന് അർജന്റീന കീഴടങ്ങാണ് 90. അത് മുതൽ ആവേശമാണല്ലോ ലോകകപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാ കളിയും അതിൻ്റെ ശേഷം കളിയൊക്കെ ഇവിടെ ചാലിയാർ വെള്ളം 2 നീന്തി പോയിട്ട് കളി കണ്ട ചരിത്രമുണ്ട്. ഈ കളി കാണാൻ ടി വിയിലൊന്നും അത്ര ആക്റ്റീവ് അല്ലാത്തൊരു കാലുണ്ടായി. അന്നൊക്കെ വാഴക്കാട് അങ്ങാടിയിൽ ചുരുങ്ങിയ വീട്ടിലെ ടി വി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ചാലിയാറിൽ വെള്ളം ഒഴുകുന്ന സമയത്തൊക്കെ കണ്ടമാനം വെള്ളം ഉണ്ടാവും. നീന്തിയിട്ട് ഞങ്ങൾ കുറേ ആൾക്കാർ സ്നേഹിതന്മാരൊക്കെ പോയിട്ട് അന്നൊക്കെ മറഡോണയുടെ കളി 94 അവസാനം മറഡോണ കളിച്ച കളിയൊക്കെ ഏറ്റ് കണ്ടതാണ്. ഇത്തവണ ശക്തരായ ടീം ആരൊക്കെയാണ്? ആർക്കാണ് കപ്പിന് കൂടുതൽ സാധ്യത ഉള്ളത്? ഇപ്പോൾ 4-5 രാഷ്ട്രം ആണ് സാധ്യത. ഇപ്പോൾ 4-5 രാജ്യം ഇപ്പം പൂർണ്ണമായിട്ട് കളി തുടങ്ങിയില്ല. അപ്പം അങ്ങനെയല്ല നമുക്ക് പറയാൻ സാധിക്കൂ. 4 രാജ്യം ശക്തരാണ്. ഒന്ന് നിലവിലെ ചാമ്പ്യന്മാർ അർജന്റീന ചില്ലറക്കാരല്ല. ഏഞ്ചൽ ഡി മരിയ പോയി നഷ്ടപ്പെട്ട് അത് വിരമിച്ചതാണ്. അതിനുശേഷം സ്കെലോണി എന്ന് പറഞ്ഞ കോച്ച് തന്ത്രശാലിയാണ്. എമിലിയാനോ മാർട്ടിനസ് ഉണ്ട് ഗോളിക്കീപ്പറായിട്ട്. പല കളിക്കാരുണ്ട്. അപ്പോൾ അത് മോശക്കാരല്ല. ശക്തമായ ടീമാണ് ഫ്രാൻസ് ദശാംശം കഴിഞ്ഞ പ്രാവശ്യത്തെ കോച്ച് തന്നെയാണ്. എംബാപ്പ അടക്കിയ ടീമാണ്. ദശാംശം ഉണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ശക്തമായ ടീമാണ് സ്പെയിൻ. ജമാലും വില്യംസും ആണ് ഫോർവേഡ്. ലൂയിസ് ഡെലഫോണ്ട എന്ന് പറഞ്ഞ കോച്ചാണ് ഒരു കോച്ച്. അപ്പോൾ ശക്തമായ ടീമാണ് സ്പെയിൻ. അതേമാതിരി ശക്തമായ ടീമാണ് പോർച്ചുഗീസ്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അവസാന ലോകകപ്പാണ് ഇത്. മെസ്സിൻ്റെയും ക്രിസ്ത്യാനോ റൊണാൾഡോയും നെയ്മറിൻ്റെയും ലോകകപ്പ് അവസാനം ആയിരിക്കും. അതുകൊണ്ട് പോർച്ചുഗൽ യൂറോ കപ്പ് നേടിയ ടീമാണ്. പക്ഷേ വേൾഡ് കപ്പ് ഇതുവരെ ക്രിസ്ത്യാനോയുടെ നേടാൻ കഴിയില്ല. അതുകൊണ്ട് പോർച്ചുഗീസിനെ കരുതിയിരിക്കേണ്ടി വരും. എൻ്റെ അഭിപ്രായത്തിൽ ഇവർ ശക്തരാണ്. ബ്രിട്ടൻ. അങ്ങനെ 4-5 രാജ്യം ശക്തരാണ്. ഈ ഇത്തവണ ഒരു മലയാളി കൂടി തൈസീൻ മുഹമ്മദ്. അത് കേരളത്തിന് അഭിമാനമാണ്. കാരണം ഖത്തർ ദേശീയ ടീമിന് വേണ്ടിയിട്ട് കളിക്കുന്നത്. തൈസീൻ കണ്ണൂരുകാരനാണല്ലോ. അപ്പോൾ കേരളത്തിലും ഇന്ത്യക്കും തന്നെ അഭിമാനമാണ് തൈസീന്. അപ്പോൾ നല്ല പോരാട്ടം കാഴ്ചവെക്കട്ടെ. ആ ഗ്രൂപ്പിൽ ഒന്ന് സ്വിറ്റ്സർലാൻഡാണ്. നമ്മൾ അർജന്റീന വിട്ട് ഖത്തറിനെ പിടിക്കേണ്ടി വരുമോ? അതില്ല. അത് ഖത്തർ ഒരു മലയാളി കളിക്കുന്നുണ്ട്. നമുക്ക് അഭിമാനം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ അർജന്റീന ആരാധന. അർജന്റീന ഒരു ഖത്തർ ടീം നമ്മൾ ഏഷ്യൻ രാജ്യം കൂടിയാണ്. വട്ടുപിടിക്കുക. ഈ തഹസീൻ കളിക്കുന്ന ടീമിൽ ശക്തമായ ടീമാണ്. ഒന്ന് യൂറോപ്പിൽ നിന്ന് വരുന്ന സ്വിറ്റ്സർലാൻഡാണ്. ഒന്ന് ഇറ്റലിനെ പരാജയപ്പെടുത്തി യോഗ്യത നേടിയ ബോസ്നിയയാണ്. ഒന്ന് ആതിഥേയരായ കാനഡയാണ് ഒരു ഗ്രൂപ്പിൽ. അപ്പോൾ തഹസീൻ അതിനൊക്കെ മുന്നോട്ട് പോട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അർജന്റീനയെ വിടാൻ ഇത്തവണ ഒരു ഉദ്ദേശമില്ല അല്ലേ? അർജന്റീന വിടാൻ ഉദ്ദേശമില്ല. കാരണം അർജന്റീന നിലവിലെ ചാമ്പ്യനാണ്. വെല്ലുവിളി ഉണ്ടാവും. അൾജീരിയ മോശക്കാരല്ല. എന്നാലും മറി കടന്നിട്ട് അർജന്റീന മുന്നേറുമെന്നാണ് പ്രതീക്ഷ. കാരണം ലെൻസ് കെലോണി തന്ത്രമായ കോച്ചിയാണ്. അതുകൊണ്ട് മാർട്ടിനസ്, ആൽവാരസ്, റൊമോറോ ഒക്കെ ഉണ്ട്. ഡീപോളൊക്കെ ഉള്ള ടീമാണ്. ശക്തമായ ടീമാണ്. തീർച്ചയായും വലിയ പ്രതീക്ഷ. അർജന്റീനയുടെ കടുത്ത ഫാനാണ്. അതങ്ങനെ തന്നെ തുടരുമെന്നാണ് സുബൈർക്ക് പറയുന്നത്. ഫുട്ബോൾ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്. അതിൻ്റെ ഒരുക്കങ്ങളും ആവേശങ്ങളിലുമൊക്കെയാണ് അദ്ദേഹമുള്ളത്. ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം KT സ്വാലിഹ്, കൈരളി ന്യൂസ്, മലപ്പുറം.